ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് തിരുവോണമാണ്. രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞു, 5 മണിയായി. നമ്മളിനി അത്തയിടാനായിട്ട് പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. കുറച്ച് പൂക്കൾ മാത്രമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത്. ബാക്കിയൊക്കെ നമ്മളെ വീട്ടിന്റെ പരിസരത്തു നിന്നും വീട്ടിനടുത്ത് നിന്നൊക്കെ പറിച്ചു വെച്ച പൂക്കളാണ്. ഇലകളും പൂക്കളും ഒക്കെ സാധാ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന പൂക്കൾ വെച്ചിട്ടാണ് നമ്മൾ അത്തയിടാനായിട്ട് പോകുന്നത്. അത്തത്തിൽ ഫുള്ളായിട്ട് ചാണാനെല്ലാം തളിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അത്തയിട്ട് തുടങ്ങാം. നമ്മൾ അത്തയിട്ട് തുടങ്ങി. അമ്മ അവിടെ സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ സദ്യ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സദ്യയൊക്കെ അവിടെ റെഡി ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് അത്ത ഇടാം. എന്നിട്ട് നമുക്ക് രാവിലെ അമ്പലത്തിൽ പോവേണ്ടതാണ്. വലിയ അത്ത ആയതുകൊണ്ട് ഒത്തിരി സമയം എടുക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത്ത ഇടാം. ഓരോ തട്ടിലിടാൻ ഓരോ ഓർഡറിന് പൂവുണ്ട്. നമുക്കിപ്പോൾ ഉള്ള പൂവൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇന്നലെ നമുക്ക് തുമ്പയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരം നമ്മളെ കയ്യിലുള്ള പൂക്കളൊക്കെ വെച്ചിട്ട് നമ്മൾ അത്തയിടാണ്. ഓരോ ഓണവും നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ആഘോഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അതൊരു പ്രത്യേക ഫീല് തന്നെയാണ്. ഓണം എന്ന് പറയുന്നത് ഒരു വലിയ സെലിബ്രേഷൻ തന്നെയാണ്. രാവിലെ എണീറ്റ് കുളിച്ച് പുതിയ ഓണക്കോടിയൊക്കെ ഇട്ട് അത്തപ്പൂക്കളമൊക്കെ ഒരുക്കി ഒരുപാട് കറികൾ കൂട്ടി ചോറൊക്കെ ഉണ്ട് ഫാമിലിയോടൊപ്പം വളരെ സന്തോഷമായിട്ടിരിക്കാൻ കിട്ടുന്ന ഒരു വലിയ സെലിബ്രേഷൻ തന്നെയാണ് ഓണം. അത്ത ഇടുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നൊരു കാര്യം, മുമ്പൊക്കെ ഈ ഉപ്പിൽ പല പല കളർ ചേർത്തിട്ട് അത്ത ഇടുമായിരുന്നു. പിന്നെ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പല പല കളർ ഇലകളൊക്കെ വെച്ചിട്ട് അത്ത ഇടും. ഏറ്റവും കൂടുതൽ ഇലകളായിരിക്കും. അന്ന് പൂക്കളൊക്കെ വാങ്ങൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഇലകളാണ് കൂടുതലായിട്ട് നമ്മൾ അരിഞ്ഞിടുന്നത്. ചീരയുടെ കളർ ഇലകളൊക്കെ കാണും. ആ ഇലകളാണ് കൂടുതലെങ്കിലും അത്തം കാണാൻ അടിപൊളിയായിരിക്കും. ഇവിടെ അത്തപ്പൂക്കൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചേട്ടനൊക്കെ അത്തപ്പൂക്കൾ ഇടുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് റെഡിയായി അമ്പലത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ദേവീക്ഷേത്രമുണ്ട്, പൊയ്കവിള ദേവീക്ഷേത്രം. ഓരോരോ ആഘോഷങ്ങൾക്കും നല്ല നല്ല ദിവസങ്ങളിലും രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീലാണ് കിട്ടുന്നത്. കുറച്ച് സമയമെങ്കിലും സമാധാനത്തോടെ ഇരിക്കാനും എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റിവിറ്റി കാണാനും പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ക്ഷേത്രം തന്നെയാണ്. ഇവിടെ നല്ല ഭംഗിയായിട്ട് അത്തപ്പൂക്കളെ ഒരുക്കിയിട്ടുണ്ടായിരുന്നേ. കാണാൻ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇതുപോലെ ഒരു കുഞ്ഞു ഊഞ്ഞാലിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ മഞ്ഞക്കോടിയും വിരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പൂക്കളൊക്കെ കണ്ടിട്ട് ഞാൻ നേരെ അമ്പലത്തിനുള്ളിലേക്ക് കയറി. പൂജ നടക്കുകയായിരുന്നു. പിന്നെ പൂജയൊക്കെ കണ്ടു, സമാധാനമായിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു, കുറിയൊക്കെ ഇട്ടു. ഇനി നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. നമ്മുടെ അത്തപ്പൂക്കളെ ഒരുക്കണ്ടേ. അവിടെ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ വന്നപ്പോഴേക്കും അത്തപ്പൂക്കളം എന്താ ഏകദേശം ഇതുവരെ ആയി. അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വീട് എത്തിയപ്പോഴേക്കും അച്ഛൻ വിളിച്ചു. അച്ഛൻ പുറത്ത് ഗൾഫിലാണ് നിൽക്കുന്നത്. അപ്പൊ അച്ഛൻ എല്ലാവരോടും വിഷൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അത്തയിട്ട് തുടങ്ങി. അകത്തിരുന്ന പൂക്കളൊക്കെ പിന്നെ നമ്മൾ തിണ്ണയിൽ കൊണ്ട് വെച്ചു. ഇനിയിപ്പോൾ പെട്ടെന്ന് നമുക്ക് അത്തപ്പൂക്കളെ റെഡിയാക്കണം. ചേട്ടനൊക്കെ ക്ഷേത്രത്തിൽ പോകണം. അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളൊക്കെ റെഡിയായി, അടിപൊളിയായി, കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളം. അത്തപ്പൂക്കളമൊക്കെ റെഡിയാക്കി ചേട്ടനൊക്കെ പോയി കുളിച്ച് ഒരുങ്ങിയതാ ശിഖുബേബിയൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോകാൻ പോവാണ്. അപ്പോൾ അവർ പോകാനായിട്ട് ഓണക്കോടിയൊക്കെ ഇട്ട് റെഡിയായി. ഇനി അവർ നേരെ ശാർക്കര ദേവി ക്ഷേത്രത്തിലാണ് പോണത്. അവിടെ വലിയ അത്തമായിരിക്കും. അപ്പോൾ അവരതൊക്കെ പോയി കണ്ടിട്ട് വരും. നമ്മുടെ ഉത്രാട വിളക്കിൽ രാവിലെ നമ്മൾ മഞ്ഞക്കോടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി പോയി നമുക്ക് കാപ്പി കുടിക്കാം. രാവിലെ തന്നെ നമുക്ക് കാപ്പിക്ക് ഇടിയപ്പവും കിഴങ്ങറിയും ചായയുമാണ്. അപ്പോൾ നമുക്ക് കാപ്പിയൊക്കെ കഴിക്കാം. എല്ലാ പ്രാവശ്യവും രാവിലെ നമുക്ക് ഓണത്തിന് അരിപ്പുട്ടും പയറും പപ്പടവും ആയിരിക്കും, ചിലപ്പോൾ പഴവും കാണും, ഒരു ഗ്ലാസ് ചായയും. ഇപ്രാവശ്യം രാവിലെ നമുക്ക് പുട്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇടിയപ്പം ഉണ്ടാക്കിയതാണ്. കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇനി പായസം കൂടെ റെഡിയായി കഴിഞ്ഞാൽ നമുക്കിനി സദ്യ കഴിക്കാം. സദ്യ കഴിക്കാനുള്ള സമയമായി. പായസമൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും ശിഖുബേബിയൊക്കെ അമ്പലത്തിൽ പോയിട്ട് വന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി കുറച്ചു നേരം പുറത്തൊക്കെ ഇരുന്നു, കുറച്ചു നേരം കളിച്ചു. അങ്ങനെയൊക്കെ മാമൻ രാവിലെ കടയിൽ പോയിട്ട് വന്നപ്പോൾ സോഡ വാങ്ങിക്കൊണ്ടുവന്നേ. അപ്പോൾ അത് കണ്ടപ്പോൾ സോഡ നാരങ്ങ കുടിക്കാനൊരു ആഗ്രഹം. അങ്ങനെ പിന്നെ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ നിന്നു. അമ്മ രാവിലെ തൊട്ട് അടുക്കളയിലായിരുന്നുകൊണ്ട് അമ്മ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അമ്മ റെഡി ആവാനായിട്ട് പോയപ്പോൾ പിന്നെ ഞാനും പോയി എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് വന്നു. പിന്നെ ഞങ്ങൾ സദ്യയെല്ലാം റെഡിയായി. അടിപൊളി സദ്യയായിരുന്നു. ഓണത്തിനൊക്കെ നമ്മൾ ഹാളിലിരുന്നിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അമ്മ റെഡിയാവാൻ പോയ ടൈമിൽ ഞാൻ ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് ഹാളിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ വന്ന ഉടനെ കഴിച്ചാൽ മതിയല്ലോ. ഞാനിടുന്ന ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് സദ്യ കഴിക്കാം. ഇഞ്ചി, നാരങ്ങ, മാങ്ങ 3 നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്. ബാക്കി എല്ലാ കറികളും നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. ചോറ്, പരിപ്പ്, പപ്പടം, സാമ്പാർ, പുളിശ്ശേരി, രസം, മോര്, പായസം, എല്ലാ കറികളും കൂട്ടി വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് വളരെ സന്തോഷമായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. എൻ്റെ അച്ഛൻ ഗൾഫിലാണ്. അച്ഛൻ ഓണസദ്യ കഴിക്കാൻ നമ്മളെ കൂടെ ഇല്ലാത്തതിലൊരു വിഷമമുണ്ട്. അവിടെയാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി. അപ്പം അച്ഛൻ അവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. രാവിലെ നമ്മൾ വിളിച്ച് വിഷൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളും നമ്മളെപ്പോലെ ഓണമൊക്കെ അടിച്ച് പൊളിച്ചെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ റെഡിയായി നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റ ബൈ ബൈ, സീ യു.